എല്ലാവർക്കും ഇൻസ്പയറിംഗ് തോട്ട്സ് ആൻഡ് വേർഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അഭിനന്ദനത്തെക്കുറിച്ച് ചിന്തിക്കാം. ആത്മാർത്ഥമായ അഭിനന്ദനങ്ങളിൽ പുളകം കൊള്ളാത്തവർ ആരാണുള്ളത്? ദ ഡീപ്പസ്റ്റ് പ്രിൻസിപ്പിൾ ഇൻ ഹ്യൂമൻ നേച്ചർ ഈസ് ദ ക്രാവിംഗ് ടു ബി അപ്രീഷിയേറ്റഡ്. അഭിനന്ദനത്തിനു വേണ്ടിയുള്ള അത്യാകാംക്ഷ മനുഷ്യ സ്വഭാവത്തിൻ്റെ മൂലതത്വമാണ്. അതിപ്രശസ്തർ പോലും താൻ അഭിനന്ദിക്കപ്പെടാൻ യാചനകൾ നടത്തിയിട്ടുണ്ട്, ആജ്ഞാപിച്ചിട്ടുണ്ട്, വാഗ്വാദങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നറിയുമ്പോൾ അത്ഭുതം തോന്നാറില്ലേ? പാരീസിൻ്റെ പേരുമാറ്റി തൻ്റെ പേരിട്ട് ബഹുമാനിക്കണം എന്ന വിക്ടർ ഹ്യൂഗോവിൻ്റെ ആഗ്രഹം നിങ്ങൾക്കറിയുമല്ലോ. തിളങ്ങുന്ന ഒരു കുലചിഹ്നം അല്ലെങ്കിൽ സ്ഥാനപ്പേര് തൻ്റെ പേരിനു മുന്നിൽ വേണമെന്ന് പറഞ്ഞ വില്യം ഷേക്സ്പിയറിനെയും നമുക്കറിയാം. ജോർജ് വാഷിങ്ടനെ ഹിസ് മൈറ്റ്നസ് ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് അഭിസംബോധന ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. കാതറിൻ ദ ഗ്രേറ്റ് ഹെർ ഇമ്പീരിയൽ മജസ്റ്റി എന്ന് കത്തിൽ തൻ്റെ പേരിനു മുമ്പിൽ എഴുതിയില്ലെങ്കിൽ കത്തുകൾ വലിച്ചെറിയുമായിരുന്നത്രേ. അഡ്മിറൽ ഓഫ് ദ ഓഷ്യൻസ് ആൻഡ് വൈസ്രോയി ഓഫ് ഇന്ത്യ എന്ന സ്ഥാനപ്പേര് തനിക്ക് ലഭിക്കണം എന്നു പറഞ്ഞ് കൊളംബസ് വാഗ്വാദം ഉണ്ടാക്കിയിരുന്നു അത്രേ. ജീവിത വിജയം ആഗ്രഹിക്കുന്ന ഏവരും മനസ്സിലാക്കേണ്ടത് അഭിനന്ദനം കൊടുത്ത് എന്തും നേടിയെടുക്കാമെന്നതാണ്. മറ്റൊരാളെ അഭിനന്ദിക്കുവാൻ നല്ല ഹൃദയമുള്ളവർക്കേ സാധിക്കൂ. അസൂയ ഉള്ളവർ ആരെയും അഭിനന്ദിക്കുകയില്ല. അത് മുഖത്തു നോക്കിയാൽ വ്യക്തമായും മനസ്സിലാകുകയും ചെയ്യും. അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വാക്കുകൾ വേണമെന്നില്ല. ഒരു ചെറിയ നോട്ടത്തിലൂടെയോ തല ഒന്നിളക്കിക്കൊണ്ടോ അഭിനന്ദനങ്ങൾ അറിയിക്കാം. അഭിനന്ദനം മോട്ടിവേഷൻ്റെ ഭാഗമാണ്. മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരുടെ പുറത്തുതട്ടി നല്ല വാക്കുകൾ പറഞ്ഞ് അർപ്പണബോധമുള്ളവരാക്കുന്നത് നമുക്ക് അറിയാവുന്നതാണല്ലോ. ഏതൊരു സ്ഥാപനത്തിലും ജീവനക്കാരെ ജോലിയിൽ ഉത്സുകരാക്കാൻ അഭിനന്ദിക്കുവാനുള്ള കഴിവ് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അഭിനന്ദനം ആത്മാർത്ഥമായിരിക്കണം, യാഥാർത്ഥ്യത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നതുമായിരിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ 5 ക്ലാസ് പോലും പഠിക്കുവാൻ സാധിക്കാത്ത ഒരു പയ്യൻ പട്ടിണിയിലും അർദ്ധപട്ടിണിയിലും ജീവിച്ചിരുന്നു. അയാളുടെ ജോലിയാകട്ടെ കുപ്പികളിൽ ലേബലുകൾ ഒട്ടിക്കുന്നതായിരുന്നു. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ജീവിതം തള്ളി നീക്കിയത്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഒരു എഴുത്തുകാരനാകുക എന്നതായിരുന്നു. അദ്ദേഹം രാത്രിയിൽ കിട്ടുന്ന ഒഴിവു സമയത്ത് കഥകൾ എഴുതി ആരും കാണാതെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. ചുറ്റുപാടുകൾ വളരെയധികം അയാളുടെ മാനസിക നിലയെ അധപ്പതിപ്പിച്ചിരുന്നതിനാൽ താൻ ഒരു കഥാകൃത്താണെന്ന് മറ്റുള്ളവർ അറിയരുതെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. തുടരെ തുടരെ എഴുതിയയച്ച കഥകളെല്ലാം തിരികെ വന്നിരുന്നു. അവസാനം ഒരു പത്രാധിപർ ഒരു കഥ പ്രസിദ്ധീകരിക്കുന്നതിനായി സ്വീകരിച്ചു. യാതൊരു പ്രതിഫലവും കഥയ്ക്ക് നൽകിയിരുന്നില്ല എങ്കിലും പത്രാധിപർ കഥയെ അഭിനന്ദിച്ചെഴുതിയത് അവനെ വളരെയധികം സന്തോഷിപ്പിച്ചു. കഥ അച്ചടിച്ചു വന്നതോടെ അവൻ്റെ ജീവിതം വളരെ വേഗം മാറി. പത്രാധിപരുടെ ആത്മാർത്ഥമായ പ്രോത്സാഹനങ്ങൾ കൊണ്ട് കൂടുതൽ കഥകൾ എഴുതി പ്രശസ്തിയാർജിച്ച അദ്ദേഹമാണ് ലോക പ്രശസ്ത കഥാകാരനായ ചാൾസ് ഡിക്കൻസ്. ഒരു പത്രാധിപരുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം ലോക പ്രശസ്തനായ ഒരു കലാകാരനാണ് ജന്മം നൽകിയത്. അതേപോലെ വേറൊരു ചെറുപ്പക്കാരന് ദിവസം തോറും 16 മണിക്കൂറോളം ജോലിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. വെളുപ്പിന് 5 മണി മുതൽ തുടങ്ങുന്ന ജോലി അവനെ അവശനാക്കിയിരുന്നു. ഇനി ജോലി ചെയ്യാൻ കഴിയില്ലെന്നുള്ള ചിന്തയോടെ എല്ലാം ഇട്ടെറിഞ്ഞ് ഒരു വീട്ടുവേലക്കാരിയായിരുന്ന തൻ്റെ അമ്മയുടെ അടുക്കൽ അഭയം പ്രാപിച്ചു. അമ്മ സമാധാനിപ്പിച്ച് ജോലിക്ക് തിരിച്ചയക്കുവാൻ പരിശ്രമിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് വരെ അവൻ പറഞ്ഞു. താൻ ഏറ്റവും ബഹുമാനിച്ചിരുന്ന തൻ്റെ അധ്യാപകന് സങ്കടങ്ങളെല്ലാം വിവരിച്ചു പറഞ്ഞു ഒരു കത്തെഴുതി. ഇത്രയും ബുദ്ധിമാനായ ഒരു ശിഷ്യൻ തനിക്കുണ്ടായിട്ടില്ലെന്നും മഹത്തരമായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ കഴിവുള്ള നീ ഇപ്രകാരം ചിന്തിക്കരുതെന്നും അധ്യാപകൻ്റെ അടുക്കൽ വന്ന് താമസിച്ചു കൊള്ളാനും അദ്ദേഹം എഴുതിയറിയിച്ചു. അധ്യാപകൻ്റെ കത്ത് ആ ചെറുപ്പക്കാരനെ സ്വാധീനിച്ചു. പല വലിയ കാര്യങ്ങളും തനിക്ക് ചെയ്യുവാൻ സാധിക്കും എന്നുള്ള ഗുരുനാഥൻ്റെ വാക്കുകൾ ആ ഇളം മനസ്സിനെ ഉത്തേജിപ്പിച്ചു. ആ അഭിനന്ദനത്തിൽ നിന്നും ജന്മമെടുത്തത് ഒരു ചരിത്രകാരനായിരുന്നു. അദ്ദേഹമാണ് ലോകപ്രശസ്ത ചരിത്രകാരനായ H.G. വെൽസ്. അഭിനന്ദനങ്ങൾ ദൈവത്തെപ്പോലും വശപ്പെടുത്തുമെന്നാണല്ലോ. ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നമ്മൾ ഏവരും. മുഖസ്തുതിയോ കപടതയോ ഇല്ലാത്ത അഭിനന്ദനങ്ങൾ ശീലിക്കാം.
അതിലൂടെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകുകയും കുറേ നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് സമൂഹത്തിൽ സൃഷ്ടിക്കുകയും ചെയ്യാം. അഭിനന്ദിക്കൂ, അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയും ഉപയോഗപ്പെടുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടെ പുതിയൊരു സബ്ജക്റ്റുമായി ഇൻസ്പയറിംഗ് തോട്ട്സ് ആൻഡ് വേർഡ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.